ഈ RMP ഒരു ഐഡിയോളജി ഉള്ള പാർട്ടിയാണ്, അതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. അതോടൊപ്പം CPM-നോട് സൈദ്ധാന്തികമായി തന്നെ പലതരം വിയോജിപ്പുള്ള ഒരു പാർട്ടിയായിട്ടാണ് അത് പിന്നീട് സ്വയം വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച ശശിയും ഈ പറയുന്ന കൊഴിഞ്ഞാമ്പാറയിലെയും പാലക്കാട്ടെ പൊതുവെയും മണ്ണാർക്കാട്ടെയും ഒക്കെ വിമതർ UDF-ലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കണോ? നിങ്ങൾക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജസ്റ്റിഫൈ ചെയ്യാൻ കുറേ പാടുപെടും. കാരണം CPM-ലെ 2 ശശിമാർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയവരാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലം. അല്ല, അതൊരിക്കലും ശശി എന്നല്ല, CPM മുന്നോട്ട് വെച്ച ഒരു വിഷയം, CPM വ്യക്തതയില്ലാതെ പറഞ്ഞു വെച്ച ഒരു വിഷയം. അതിന്റെ വ്യക്തത ഉണ്ടാക്കേണ്ടത് CPM ആണ്. ഞങ്ങൾ അതിനപ്പുറത്ത് ഇപ്പോഴും CPM വ്യക്തത ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് വ്യക്തതയില്ലാത്ത ആരോപണമാണ്. അതിൽ വ്യക്തത വരുത്തണമെന്നല്ല കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീഡനത്തെ തീവ്രത കൂടിയതും കുറഞ്ഞതും എന്നുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കും. പാർട്ടിയിൽ ലഭിക്കുന്ന പരാതികൾ പോലീസിൽ കൈമാറാതിരിക്കുന്നു. ഇങ്ങനെയുള്ള തുടങ്ങിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. ഞങ്ങൾ ഇന്നും ആ ആരോപണം അതേപോലെ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് CPM പാർട്ടി കോടതി വെക്കുന്നു? ഒരു പരാതി, ഒരു സഖാവിന്റെ, വനിതാ സഖാവിന്റെ പരാതി എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? ഞങ്ങളുടെ ചോദ്യം അതാ. അത് പൂഴ്ത്തിവെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ പരാതിക്കകത്ത് ഒന്നുമില്ല എന്നല്ലേ. ആ പരാതിക്കകത്ത് കാമ്പുണ്ടായിരുന്നുവെങ്കിൽ, ആ പരാതിക്കകത്ത് യഥാർത്ഥത്തിൽ ഒരാള് പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ പരാതി കൊടുക്കേണ്ട ഒരു മിനിമം മര്യാദ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടായിരുന്നോ? ഞാൻ ശ്രീ ജയേന്ദ്രനോട് പറഞ്ഞ കാര്യം, ജയേന്ദ്ര, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ആള് കൊഴിഞ്ഞു പോകുന്നതെന്നല്ല, 3 ആളുകളെ നിങ്ങൾ പരിഗണിക്കേ. ഒന്ന്, കുഞ്ഞികൃഷ്ണൻ, അതൊരു രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വൈകാരികമായ പൊസിഷൻ അല്ലേ രക്തസാക്ഷി, രക്തസാക്ഷികൾ സിന്ദാബാദ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ കത്തെഴുതിയ ശ്രീ G. സുധാകരന്റെ അനിയൻ മറ്റൊരു രക്തസാക്ഷിയാണ്. തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷിയുടെ കുടുംബം, അനിയനും ഏട്ടനും ഉൾപ്പെടെയുള്ള കുടുംബം ആ പാർട്ടി വിട്ടു പോകുന്നു. എന്തുകൊണ്ട്? CPM-നോട് അത്രയ്ക്കേറെ ചേർന്ന് നിൽക്കുന്ന രക്തസാക്ഷികൾ, ജീവൻ ഹോമിച്ച രക്തസാക്ഷികളുടെ കുടുംബം ആ പാർട്ടി വിട്ടു പോകുന്നു എന്ന് നിങ്ങൾ പഠിക്കേണ്ടേ? ഇപ്പൊ VS അച്യുതാനന്ദൻ, നമ്മൾക്കൊക്കെ അറിയാവുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനനേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ നിഴലായിരുന്നു ശ്രീ സുരേഷ്. എന്തുകൊണ്ട് ശ്രീ സുരേഷ് ഒരു ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയധാരയിൽ നിന്ന് മാറിക്കൊണ്ട് കോൺഗ്രസിനകത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് അവിടെ. CPM ചില നയങ്ങൾ നടപ്പിലാക്കുന്നു, അത് വ്യക്തിപരമായ നയങ്ങളാണ്. 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ പുറത്താക്കാം എന്ന് പറയുന്നു, പക്ഷേ പിണറായി വിജയനെ പുറത്താക്കുന്നില്ല. 2 ടേം കഴിഞ്ഞവർക്ക് മന്ത്രിസ്ഥാനമില്ല എന്ന് പറയുന്നു, പിണറായി വിജയന് അത് ബാധകമല്ല. എന്നാൽ സുധാകരന് അത് ബാധകമാണ്. ഷുവർ സീറ്റായ മട്ടന്നൂരിൽ നിന്ന് എടുത്ത് KK ശൈലജയെ ആദ്യം വടകരയിൽ കൊണ്ടിടാൻ ശ്രമിക്കുന്നു. വടകരയിൽ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അവരെ പേരാവൂരിലേക്ക് തള്ളിവിടുന്നു. എന്ത് പൊളിറ്റിക്സ് ആണ് CPM ചെയ്തിരിക്കുന്നത്? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സംസ്ഥാന സെക്രട്ടറി ഒഴിയുന്ന പോസ്റ്റിലേക്ക് അവരെ കൊണ്ടുവരുന്നു എന്നതിന് മുറുമുറുപ്പ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു. ഇതിന്റെയൊക്കെ ഉത്തരവാദി കോൺഗ്രസ് ആണ്. CPM കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. RMPI പോലെ തന്നെ കേരളത്തിലുടനീളം, വെറും RMPI മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആശാ വർക്കർമാരുടെ സമരം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ശ്രീ അജിംസെ. ആശാ വർക്കർമാരുടെ സമരത്തിൽ കേരളത്തിലുടനീളം നടന്ന ജാഥ, ആ ജാഥയുടെ സപ്പോർട്ട് കൊടുത്ത് എല്ലായിടത്തും സ്വീകരണ സമ്മേളനങ്ങൾ നടത്തിയ ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെയുള്ള വളരെ സജീവമായ നേതാക്കന്മാരായിരുന്നു. കാരണം അവർ അവിടെ മമത കാണിച്ചത്, അവർ ഫേവർ ചെയ്തത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തോടായിരുന്നു. CPM സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനം ആശാ വർക്കർമാരോട് കാണിച്ചപ്പോഴാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പഴയ ലെഫ്റ്റ്, പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ചെയിനായി നിന്നുകൊണ്ട് ആ പാർട്ടിക്കെതിരെ പടപൊരുതിയത്. അത് ആശയപരമാണ്, അതൊരിക്കലും വ്യക്തിപരമല്ല. നമ്മളത് കേവലം ശശിയും സുരേഷ് ബാബുവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാക്കി കണക്കാക്കാൻ പാടില്ല. അത് തികച്ചും ആശയപരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ശരി, എന്തായാലും ശശിയുടെ പ്രയാണം UDF-ലേക്കാണെങ്കിൽ UDF അതിനെങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കും എന്നുള്ളതും നോക്കി കാണേണ്ടതാണ്.